എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഷാജിദ ഷാജിയെ കുറിച്ചിട്ടാണ്. വേറൊന്നുമല്ല, ഇപ്പോൾ ഷാജിദ ഷാജിനെ കുറിച്ചിട്ട് പുതിയൊരു ന്യൂസ് വരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം വീട്ടിലുള്ള ചന്ദനമരം വെട്ടിമുറിച്ച് കടത്താൻ ശ്രമിച്ചു എന്നതിനെ തുടർന്ന് ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് ഷാജിദ ഷാജിനെ പിടിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ന്യൂസുകളാണ് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം തൊട്ട അയൽവക്കംകാരനായിട്ടുള്ള സിനാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ ഒരു വീഡിയോ അവിടെ ഫോറസ്റ്റുകാർ വരുന്നതും ആ ഒരു ചന്ദന മരത്തിൻ്റെ തെളിവ് അപ്പം തൊണ്ടി മുതലൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഒക്കെ സിനാൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിൽ സംസാരിക്കാം. ഇന്നലെ ഷാജിദ ഷാജി നമ്മുടെ യൂട്യൂബർ ഇന്നലെ നാട് കിടക്കായിരുന്നു. നാട് വിടാനുള്ള പ്ലാനിങ്ങിൽ കെട്ടൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ എന്ത് ചെയ്യുന്നു, വീട്ടിലുണ്ടാകുന്ന ചന്ദനമരം മുറിച്ചു. വീട്ടിലുള്ള ചന്ദനമരം മുറിച്ച് അവൾക്ക് വീട്ടിൽ ഉമ്മ പൈസ കൊടുക്കാണ്ടല്ലോ, ഒന്നും കിട്ടാനില്ലല്ലോ, ഏതായാലും പോവല്ലേ, അപ്പോൾ പോണത് കൊണ്ട് വീട്ടിൽ ചന്ദനമരം അങ്ങോട്ട് മുറിച്ച് അവൾ അതിനെ 2-3 പീസൊക്കെ ആക്കി കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയായിരുന്നു. കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങാൻ ആ ടൈമൊക്കെ ആയിരുന്നു. ഏകദേശം ആ ടൈമായപ്പോൾ ഫോറസ്റ്റുകാരും അതിൻ്റെ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും വന്ന് കയ്യോടെ അങ്ങോട്ട് പൊക്കി. പോണ സമയത്തൊരു കേസ്, അവൾ നൈസായിട്ട് വെട്ടി വെക്കുക എന്നുള്ള ചെറിയ പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ അത് നടന്നില്ല. നല്ല അണ്ണാക്കി എടുത്താണ് കിട്ടിയെന്നേ. നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ട് നാറ്റിച്ചതല്ല അവൾക്കുള്ള പണി പടച്ചവനായിട്ട് കൊടുത്തതാണ്. അവളങ്ങോട്ട് വെട്ടി മുറിച്ച് അങ്ങോട്ട് കഷ്ണമൊക്കെ ആക്കി തെളിവിൻ്റെ തൊണ്ടി മുതലിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ആഡ് ചെയ്യാം. ഷാജിദ ഷാജി ഫോറസ്റ്റുകാരെ കിട്ടിയിട്ടുണ്ട്. അവൾ ചന്ദനവേട്ട നടത്തിയതാ, പൊക്കിയിട്ടുണ്ട്. ഫോറസ്റ്റുകാരുടെ വണ്ടിയാണ്, അവളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് ഫോറസ്റ്റുകാർ. അവൾ എന്നെ നാറ്റിച്ചതല്ലേ, അവൾ എനിക്കിട്ട് പണി തന്നവളവൾ. ഫോറസ്റ്റുകാർ അവളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അവൾ യൂട്യൂബറാണ് പറഞ്ഞിട്ട് നാറ്റിച്ചതാ. രണ്ടാമത്തെ വണ്ടിയാണ്, ഇതിപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. അവൾ പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ പോണതിൻ്റെ ഇടയിലാണ് അവൾ ഈ പരിപാടിക്ക് വന്നത്. തൊണ്ടി മുതൽ കിട്ടിയില്ല ഗൈസ്. ഇതാ അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാ അപ്പോൾ ഇതാണ് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പം സിനാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ കൂടെയുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഈ മുത്തു എന്നൊക്കെ പറയുന്നത്. ഇവരൊരു ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പം, അതായത് അമ്മയും ഷാജിദ ഷാജിയും തമ്മിൽ തർക്കമുണ്ടായി. അങ്ങനെ അമ്മേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ വന്നപ്പോഴത്തേനും ഈ ഷാജിദ ഷാജി ഞാൻ യൂട്യൂബറാണ്, നിന്നെയൊക്കെ കാണിച്ചു തരാമെന്നുള്ള പ്രതികാരത്തിൽ അവരുടെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ എൻ്റെ വീഡിയോ പബ്ലിഷ് ചെയ്തില്ല, നീ ഞങ്ങളെ നാറ്റിച്ചില്ല യൂട്യൂബറാന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് തന്നെ നിൻ്റെ ഈ കാര്യം കൂടെ നാട്ടുകാർ കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സിനാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും വീടിന് ഫ്രണ്ടിൽ ഫോറസ്റ്റുകാർ വന്നതും അവിടെ മറ്റുള്ള എഴുത്തുകുത്തുകളൊക്കെ നടക്കുന്നത്, അതായത് ഇങ്ങനെ തടിയൊക്കെ വെട്ടുമ്പോൾ അവർക്ക് ഒത്തിരി പ്രൊസീജിയർ ഉണ്ടല്ലോ, അതെല്ലാം നടക്കുന്നത് ഒക്കെ കാണാനായിട്ട് പറ്റും. അതിന് പുറമെ ഫോറസ്റ്റുകാർ പോയതിന് ശേഷം ഷാജിദ ഷാജി അവിടുന്ന് അവരുടെ മറ്റു സാധനങ്ങൾ, ഫ്രിഡ്ജ്, അങ്ങനെ കട്ടിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വീട് മാറി പോകുന്നതായിട്ട് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഷാജിദ ഷാജിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. യൂട്യൂബിൽ ഒരു 5 മക്കളെ പാടുപെട്ട് വളർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു അമ്മ എന്നുള്ള രീതിയിലാണ് യൂട്യൂബിൽ ആദ്യം തൊട്ടേ അവരോരോ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് കുറച്ച് ഒരു അഹങ്കാരവും അഹംഭാവവും എല്ലാവരോടും ഒരു പുച്ഛം എന്നുള്ള രീതിയിൽ ആയിട്ട് അവരുടെ സംസാരമൊക്കെ അങ്ങ് പാടെ മാറുകയും അവരെ ഒരുപാട് പേര് ഒരു വിധവ എന്നുള്ള രീതിയിൽ, ഭർത്താവ് മരിച്ചൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവരെ കാണാനായിട്ട് തുടങ്ങുന്നു. അവരോട് ഫോൺ വിളിച്ചിട്ട് എന്നെ ഒന്ന് കല്യാണം കഴിക്കാവോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയുള്ള കോളുകളൊക്കെ വരുന്നതിനെ തുടർന്ന് അവർ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാവുന്നു, അയാളെ കല്യാണം കഴിക്കാൻ പോകാമെന്നും ഇതെൻ്റെ മെഹറാന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അതെല്ലാം പറ്റിയതാണ് ഷാജിദ ഷാജി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ പൈസയൊക്കെ അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഈ പറയപ്പെടുന്ന വ്യക്തി, അതായത് കല്യാണം കഴിക്കാൻ പോവാമെന്നും പറഞ്ഞിട്ട് ഉള്ള വ്യക്തി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഷാജിദ ഷാജി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട്, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ഷാജിദ പറയുന്ന കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഷാജിദ ഷാജി കുറേ ഇൻ്റർവ്യൂവിൻ്റെ ചാകരിയായിരുന്നു, കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നീട് ഓരോരോ പ്രശ്നങ്ങൾ, ഷാജിദ ഷാജിയുടെ മക്കൾ പഠിക്കുന്നത് ഈ മുസ്ലിങ്ങളുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന ആ ഒരു സ്കൂളിലാണ്. അപ്പം അവിടെ എന്തോ പ്രശ്നങ്ങളാണ്, ഉസ്താദുമാർ അവരെ മോശമായിട്ട് ഉപയോഗിക്കുന്നു, അവിടെ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്നില്ല, കുട്ടികളെ ഓരോ രീതിയിൽ ശിക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആ ഒരു സമയത്ത് ഷാജിദ ഷാജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടൊരു വ്യക്തിയാണ് ഞാൻ. അതിന് മുമ്പായിട്ട് തന്നെ ഷാജിദ ഷാജിയും അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വെളിയിലോട്ട് വരുന്നു. അമ്മേനെ ഷാജിദ ഷാജി സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. എന്ത് മോശമാണല്ലേ, സ്വന്തം അമ്മയും അച്ഛനും ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കി ആ ഒരു വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും കൂടെ അവകാശപ്പെട്ട ഒരു സ്വത്താണ് ഈ വീട്, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനും എൻ്റെ മക്കളും ഈ വീട്ടിൽ തന്നെ കാണും, ഞങ്ങൾ ഒരിടത്തും പോകത്തില്ല എന്ന് പറയുന്നു. അമ്മേനെ ഇറക്കിയും വിടുന്നു. എന്തൊരു മോശം കാര്യമാണല്ലേ. അതുപോലെ തന്നെ അമ്മയുടെ വീഡിയോ ഒക്കെ, അതായത് ദേഷ്യത്തിലെ മക്കളും അമ്മമാരും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത്
അവർ എന്തെങ്കിലും ഒന്ന് കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വീഡിയോ ആക്കി കുറച്ച് പൈസയ്ക്ക് വേണ്ടി അതൊരു വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സ്വന്തം അമ്മേനെ തന്നെ നാറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഷാജി. അപ്പോഴാണ് വീണ്ടും ഇങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ചന്ദനമരം മുറിച്ച് കടത്താനായിട്ട് ശ്രമിച്ചത്. ഈയിടെയും ഷാജിനെ കുറിച്ച് ഒരുപാട് പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ മക്കളെ 5 മക്കൾ ആൺകുട്ടികളാണ്, എന്നാലും അവരെ തനിച്ചാക്കിക്കൊണ്ട് വെളിയിൽ പോകുന്നു, ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു, 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതേപോലെ ഇന്റർവ്യൂവിനാണെന്നും ജോലി കാര്യങ്ങൾക്കാണെന്നും അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാത്രി കാലങ്ങളിൽ പോകുന്നു, 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. പക്ഷേ ഈ തരത്തിലുള്ള വീഡിയോസ് ഒന്നും നമുക്ക് ഷാജിയുടെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റുന്നില്ല. അതായത് വെളിയിൽ ഒരു ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ ഷാജിയുടെ ഒരു ഇന്റർവ്യൂ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷെ അതൊന്നും കാണുന്നില്ല. അതേപോലെ തന്നെ വെളിയിലൊക്കെ പോയി എന്തെങ്കിലും ഒരു പാർക്കിൻ്റെയോ എന്തെങ്കിലും ഒരു വണ്ടർലാൻഡ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്നിൻ്റെ ഒരു വീഡിയോയ്ക്ക് പ്രൊമോഷനോ എന്തിനു വേണ്ടിയാണ് പോകുന്നതെങ്കിലും നമുക്കതാരോ യൂട്യൂബ് ചാനലിൽ അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. പക്ഷെ അതൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് ഇവർ വെളിയിൽ പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ പെൺകുട്ടികളാണെങ്കിൽ ഇവരിങ്ങനെ രാത്രിയിൽ കുട്ടികളെ തനിച്ചാക്കിയിട്ട് വെളിയിൽ പോകുമോ? ഇല്ലല്ലോ. അപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ നമുക്ക് ആൺകുട്ടികൾ ഇച്ചിരി മുതിർന്ന് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് 2-3 ദിവസം മാറി നിൽക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതൊന്നും പക്ഷേ അവരെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് കാണുന്ന ആർക്കും തന്നെ അത് അംഗീകരിക്കാനൊന്നും പറ്റുന്നില്ല. ആ ഒരു ഇഷ്യൂവിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞിടകളിൽ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അവരെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചന്ദനമരം കടത്തി എന്നുള്ള രീതിയിലാണ്. സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തമായിട്ട് നമ്മളായിട്ട് നട്ട് വളർത്തിയ ചന്ദനമരമാണെങ്കിൽ അത് മുറിക്കാനോ അല്ലെങ്കിൽ കടത്താനോ ഒന്നും പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പം ഷാജിയുടെ അമ്മ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, തന്നെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുന്നില്ല, ഇറക്കി വിട്ടിട്ടുണ്ടെന്ന്. ഇതേ തുടർന്ന് ആ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാജിയോടൊക്കെ ആ വീട് വിട്ട് മാറാൻ. ആ സമയത്ത് ഷാജി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചത്താൽ ഈ ഒരു വീട്ടിൽ നിന്ന് പോവില്ല, എനിക്കും കൂടെ അവകാശപ്പെട്ട വീടാണ്, എൻ്റെ ഉപ്പയും കൂടെ പൈസ കൊടുത്തിട്ടുള്ളൊരു വീടാണ്. അതേപോലെ അവരെ ആദ്യം അമ്മ എന്ന് വിളിച്ചത് ഞാനാണെങ്കിൽ ഞാൻ തന്നെ ഈ വീട്ടിൽ താമസിക്കും. അതേപോലെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ സഹോദരിമാർ പോലും, അവർക്ക് വേണ്ട വീതമൊക്കെ അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി അവർക്കൊരു പങ്കു ഇതിലില്ല. ഞാൻ ഈ ഒരു വീടിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അമ്മയുടെ സൈഡിൽ നിന്നിട്ടാണ് ഒരു വിധി വന്നിട്ടുള്ളത്. അമ്മയൊക്കെ ആ വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞ്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇപ്പോൾ ഷാജി ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ പോകുമ്പം വിലപിടിപ്പുള്ള എന്തെങ്കിലും കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി കാണും. അല്ലെങ്കിൽ അത് ചന്ദനമരമാണെന്ന് അറിയാതെ, അങ്ങനെ അറിയാതിരിക്കാൻ വകുപ്പൊന്നുമില്ല, ഒരു പുഷ്പ കളിക്കാൻ നോക്കി കാണും. അപ്പം ചന്ദനമരം അവർ ഫോറസ്റ്റുകാർ വന്നപ്പോൾ മിക്കവാറും ഷാജി പറഞ്ഞാണ്, ഞാൻ 5 മക്കളെ പോറ്റാനായിട്ട് പാടുപെടുന്ന ഒരു അമ്മയാണ്, അപ്പോൾ ഗ്യാസ് മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വിറകൊക്കെ കത്തിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ആ ഒരു മരം ഞാൻ വെട്ടി വെച്ചെന്നേ ഉള്ളൂ. കാരണം വിറകിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടിയൊക്കെയാണ്, എനിക്കറിയത്തില്ലായിരുന്നത് ചന്ദനമരമാണെന്ന് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ ഷാജി പറഞ്ഞു കാണണം. ഈ വീഡിയോ ഇട്ടിട്ടുള്ള സിനാൻ എന്ന് പറയുന്ന ആ ഒരു യുവാവും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചന്ദനമരം കടത്തിക്കൊണ്ട് പോയതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയുള്ള ഒരാളായതുകൊണ്ട് മുറിച്ചതിന് ആ അമ്മ പ്രത്യേകിച്ച് പരാതിയൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് ഇപ്പോൾ പുതിയ വീട്ടിൽ എന്നിട്ട് ഷാജി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പുതിയ വീട്ടിൽ വന്ന് പാല് കാച്ചുകയാണ്, എല്ലാ സാധനങ്ങളൊക്കെ അടുക്കി പറക്കുകയാണ്, നാളെ തൊട്ട് നല്ല വീഡിയോസ് വരും. അപ്പോൾ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറേ ആൾക്കാർ ചേർന്ന് എനിക്കൊരു നല്ല പണി തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ആ ഒരു പണിയാണ് ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ, അതായത് ഈ സിനാൻ ഇട്ട വീഡിയോയിൽ കാണുന്നതാണ് ആ ഒരു പണി എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കറിയാം ഈ അയലൊക്കക്കാരനും ബന്ധുവൊക്കെ ആയിട്ടുള്ള ഈ മുത്തു എന്ന് പറയുന്ന ആളെ വളരെ മോശമായിട്ട് അവരുടെ അച്ഛൻ മരിച്ച സമയത്ത് ലൈവിൽ വന്നിരുന്നിട്ട്, നിന്റെ അച്ഛൻ മരിച്ചില്ലേടാ മുത്തു, നിനക്ക് തന്തയില്ലാതെ ആയില്ലേടാ മുത്തു, എന്നെ തന്തയില്ലാത്തവളേന്ന് വിളിച്ചില്ലേ നീ, ഇപ്പം നിനക്ക് തന്തയില്ലാതെ ആയില്ലേടാ മുത്തു എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുന്നു. ഒരാൾ മരിക്കുമ്പോൾ അങ്ങനെ ഒരു പാട്ടൊക്കെ പാടാനായിട്ട് നമ്മളെ കൊണ്ടാണെങ്കിലും, എത്ര ശത്രു ആണെങ്കിലും നമ്മളെ കൊണ്ടാണെങ്കിലും പറ്റത്തില്ല. പക്ഷേ ഷാജി ലൈവിൽ വന്നിട്ട് മരിച്ചതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ വന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രതികാരം എന്നുള്ളോളം ഷാജി എന്ത് ചെയ്യുന്നു എന്നൊക്കെ നോക്കി ഇരിക്കുന്ന ആൾക്കാരാണ് അയൽവക്കക്കാരെന്ന് പറഞ്ഞാൽ. അപ്പം അവർക്ക് ഒരു നല്ലൊരു പണി കൊടുക്കണം എന്നാഗ്രഹിച്ച് നടന്നവർക്കാണ് ഇങ്ങനെ ഒരു അവസരം ഒത്തു വന്നത്. അപ്പം അവരത് നന്നായിട്ട് തന്നെ വിനിയോഗപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഷാജിക്ക് ഈ ഒരു ബിസിനസ്സും കൂടെ ഉണ്ട്. അല്ലാതെ യൂട്യൂബിൽ തന്നെ അല്ല, ചന്ദനമരവും മരം വെട്ടി വിൽപ്പനയും അങ്ങനെയുള്ള കാര്യങ്ങളുടെ ബിസിനസ്സും കൂടെ ഷാജിക്ക് ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാനായിട്ട് അയൽവക്കക്കാരെല്ലാവരും കൂടെ സഹായിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ കൂടുതലും യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർക്ക് നല്ല രീതിയിൽ ജീവിച്ച് നല്ല ഒരു
നമുക്ക് നല്ലൊരു പേരെടുക്കണം എന്ന് പറയത്തില്ല, യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലൊരു പേര് എടുത്ത് നമ്മളും ഉയർന്നു വരണം എന്നൊരു ചിന്താഗതിയുണ്ട്. പക്ഷെ എല്ലാവർക്കും നല്ല രീതിയിൽ ഉയർന്നു വരണം എന്നില്ല. അവർക്ക് ബാഡ് ഇമേജ് കൈപ്പറ്റി അതിൽ നിന്നും നല്ലൊരു പേരെടുത്ത് ഏറ്റവും ബാഡ് ഇമേജ് ആർക്കാണ് ആ ഒരു ലെവലിൽ ഉയർന്നു വരണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ കുറേ ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഈ ഫാമിലി ഇഷ്യൂസ് ഒക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുകയും അതിൽ നിന്ന് വൈറലാവുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പം ഷാജി ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ്. ഫാമിലിയിലെ കാര്യങ്ങൾ അമ്മേനെ കുറിച്ച് കുറ്റം പറയുന്നു. ആദ്യമൊക്കെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഷാജിനെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ നോക്കത്തില്ല. ഭർത്താവ് മരിച്ച ശേഷം അന്വേഷിക്കുന്നില്ല. അങ്ങനെയുള്ള ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റം പറയുന്നു, പിന്നെ അമ്മയെ കുറ്റം പറയുന്നു, പിന്നെ അയൽവക്കംകാരെ കുറ്റം പറയുന്നു. അത് കഴിഞ്ഞിട്ട് മക്കളിൽ പഠിക്കുന്ന സ്കൂളിലെ ആൾക്കാരെ കുറ്റം പറയുന്നു. അതുപോലെ തന്നെ യൂട്യൂബേഴ്സായിട്ടുള്ളവരെ കുറ്റം പറയുന്നു. ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് കൊണ്ടിടുന്ന കാര്യങ്ങൾ മാത്രമാണ് മറ്റുള്ളവരുടെ അടുത്ത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കൊണ്ടിടാതെ മാന്യം മര്യാദയ്ക്ക് വീഡിയോസ്, എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ചിട്ടുള്ള അവരുടെ ആ ലൈഫിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ട് പോയാൽ വേറൊരു കാര്യമുണ്ട്, വ്യൂസ് ഒന്നും ഒരുപാട് കിട്ടത്തില്ല. അപ്പം വ്യൂസ് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടണം എന്നറിയാവുന്നത് കൊണ്ടാണ് ഇവരിങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാഡ് ഇമേജ് കൂടിയാലും കുഴപ്പമില്ല, വ്യൂസ് കിട്ടണം, പൈസ കിട്ടണം, ആ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെയല്ലേ സ്വന്തം വീട്ടിലാണെങ്കിലും ചന്ദനമരം പോലും വെട്ടി കൂടെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയത്. കാരണം ചന്ദനമരത്തിൻ്റെ വില നമുക്കറിയാലോ. അപ്പം ആ രീതിയിലും വരെയും പൈസ ഉണ്ടാക്കണം എന്നൊരു തോന്നലായിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പറഞ്ഞു തിരുത്താനും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ യൂട്യൂബിൽ ആദ്യത്തെ ആ ഒരു കല്യാണത്തിൻ്റെ ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോയിലൊക്കെ വന്നിരുന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തിരുത്താൻ ആ ഒരു സമയത്ത് ഒരു അവസരം ഉണ്ടായിരുന്നു. പിന്നീട് അത് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കാരണം ഇങ്ങനെ വൈറൽ കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിടുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കുറേ റീച്ച് കിട്ടും, കുറേ പൈസ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം പിന്നീട് അവർ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ബൈ.